ഭൂമിയെങ്കിലും കൃഷിയോഗ്യമാക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാടുപെടുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്. അപ്പോൾ കൃഷിയോഗ്യമായിട്ടുള്ള ഒരു സ്ഥലം തന്നെ മണ്ണിട്ട് നിരത്തി അനധികൃതമായിട്ടുള്ള നിയമമുണ്ടാക്കി നിയമത്തിലൂടെ ആ കൃഷിയോഗ്യമാക്കപ്പെടേണ്ട സ്ഥലം മണ്ണിട്ട് നിരത്തിയിട്ടുള്ള ഒരാളാണ് ലക്ഷ്മണൻ. ആ ഭൂമിയിൽ ഇപ്പോ ചരലിട്ട് നിരത്തി ഡിവൈഎഫ്ഐയുടെയും പുരോഗമന പ്രസ്ഥാനത്തിന്റെ ആൾക്കാർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് കൊണ്ട് അലയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വേദിയിൽ ഇത്തരത്തിലൊരാളെ പിടിച്ചിരുത്തി ഇവിടുത്തെ കർഷകരെയും ഇവിടുത്തെ പൊതുജനങ്ങളെയും അപമാനിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തോ കൃഷിഭവനോ ഇവിടെ കൂട്ടുനിൽക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള വലിയ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഇദ്ദേഹത്തെ ഈ വേദിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിക്കില്ല എന്നുള്ളത് വളരെ ശക്തമായിട്ട് ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, നിങ്ങളൊരു വേദിയിൽ എന്തുകൊണ്ടാണ് ഇത് അലങ്കോലമാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ആൾക്കാർ കടന്നു കയറിയത്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇത്രത്തോളം മനോഹരമാക്കി തീർക്കേണ്ടുന്ന ഒരു വേദിയെ ഇത്രത്തോളം പ്രശ്നം കലുഷിതമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പഞ്ചായത്തോ കൃഷിഭവനോ കൂട്ടു നിൽക്കാൻ വേണ്ടി പാടില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ യുവജനങ്ങൾക്കുണ്ട്, പൊതുജനങ്ങൾക്കുണ്ട്. ആ പ്രതിഷേധം ഇവിടെ അറിയിക്കുകയാണ്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തെ ഇവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളത് വളരെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം ഇവിടെ അറിയിക്കുകയാണ്. മണ്ണിട്ട് ഇനിയും അടുത്ത ടി പി മുസ്തഫ സംസാരിക്കും. ഇവരൊഞ്ചല്ല ഇപ്പൊ നമ്മ ഇലക്ഷനും പോണ്ട് ആടി ഇടി ഒറ്റ കൊടുത്തിട്ട് ഇലക്ഷനും പോണേ ഇവരൊഞ്ച്